ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ നഖം വെട്ടാൻ വേണ്ടി നിൽക്കണേനെ. വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പണി ഇഷ്ടംപോലെ പണിയുണ്ട്. പക്ഷേ എൻ്റെ ഇന്നലത്തെ തോട്ടത്തിൻ്റെ പണിയുടെ ഇടയ്ക്ക് എൻ്റെ നഖമൊക്കെ ഒന്ന് പൊളിഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് വെട്ടിയിട്ടാവാം ബാക്കി പണിയെന്ന് കരുതി. യോണ്ടാനാണെങ്കിൽ ഈയിടെയായിട്ട് ഇത്തിരി വിശപ്പ് കൂടുതലാണ് കേട്ടോ. ഞാൻ പുറത്തോട്ട് ഇറങ്ങി നഖം വെട്ടുമ്പോൾ നമ്മൾ അനങ്ങാതെ നിൽക്കുമല്ലോ, അനങ്ങാതെ നിൽക്കണ കണ്ടപ്പോൾ തുടങ്ങി കാലയിൽ മുട്ടി ഉരുമാനായിട്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പുട്ടെടുത്ത് കൊടുത്ത് അതിനെ സമാധാനപ്പെടുത്തിയിട്ട് ഇന്നേ ടെറസിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഇന്നെന്തോ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാനോർത്തെന്നാൽ കഴിച്ചിട്ട് കയറാം, ഇച്ചിരി ഉള്ളെങ്കിലും ആ വിശക്കണ സമയത്ത് കഴിച്ചാൽ ഒരു സമാധാനമാണല്ലോ എന്ന് ഓർത്തു. പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. രാവിലെ പോകുമ്പോൾ 10 മണിക്ക് കഴിക്കണ കാരണം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കഷ്ണം പുട്ടും ഒരു മുട്ടയും കൂടി ചൂട്സന് കൊടുത്ത്, പിന്നെ 2 മുട്ടയിൽ 1 മുട്ട ഇങ്ങനെ പൊട്ടി പോന്നിട്ട് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു. അപ്പോൾ ഭംഗിയില്ലാത്ത മുട്ടയൊന്നും പിള്ളേർ കഴിക്കൂലല്ലോ. അപ്പോൾ അത് കാരണം ഭംഗിയില്ലാത്ത മുട്ടയും കുട്ടിയാണ് ഞാൻ പുട്ട് കഴിക്കണത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കണ വീഡിയോ എടുത്തപ്പോഴേ പൊന്നു എന്നോട് കഴിക്കണേ, മമ്മ എന്താ സ്റ്റൈലിൽ വായ കടച്ചു പിടിച്ച് കഴിക്കണത്. പണ്ടാമത്തെ അനിയത്തിമാരൊക്കെ 2 പേരും മരിച്ചുപോയി. അവരുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേബിൾ മാനേഴ്സൊക്കെ പഠിപ്പിക്കണത് ഫസ്റ്റ് പാഠം കിട്ടിയത് അവരുടെ അടുത്തു നിന്നാണ്. അപ്പോൾ ചവക്കട സ്വരം കേൾക്കാൻ പാടില്ല, സ്പൂണിട്ട് അടിക്കണ സ്വരം കേൾക്കാൻ പാടില്ല, അതുപോലെ വായടച്ച് പിടിച്ച് പറഞ്ഞാൽ ചോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുറയും. ഞങ്ങൾ ഇരിക്കുന്നത് എൻ്റെ പുറകിൽ തന്നെ ഇങ്ങനെ നിൽക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ഞങ്ങളെല്ലാ ഭക്ഷണം കഴിക്കില്ല, ഞാനെല്ലാ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ അത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുറകിൽ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കിട്ടുന്ന ക്ലാസ്സാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ് വായടച്ച് പിടിച്ച്. അവൾ പറയണം മമ്മ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അവൾ പറയണം. അതുപോലെ നമ്മൾ കഴിക്കുമ്പം ഇങ്ങനെ ചിലരിങ്ങനെ ഒരു വിരൽ പിടിക്കും, ചിലരിങ്ങനെ പിടിക്കും. എനിക്ക് ചില സമയത്ത് ഒരു വിരൽ അങ്ങനെ ആയി പോകും കേട്ടോ. അപ്പോൾ ഈ വിരലിനിട്ട് അടിക്കുമായിരുന്നു. ഇതെന്തിനാണ് ഈ വിരലിങ്ങനെ മാറ്റി പിടിക്കണം, മുഴുവൻ വിരലും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വായിൽ വെക്കും. ഒരു കഷ്ണം പുട്ട എടുത്തില്ലെങ്കിലും ഏമ്പക്കം വന്നേണ്ട, വയറ് നിറഞ്ഞിട്ടാ. നല്ലപോലെ വിശക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കഷ്ണം കഴിച്ചാലും മതി. ഇന്ന് ഞാൻ കട്ടൻ ചായ ഉണ്ട് എടുത്തത്. പാൽച്ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് പാൽച്ചായ കുടിക്കണം, അതൊരു ശീലമായിരിക്കും. പാൽച്ചായ കാലത്ത് തന്നെ കുടിക്കും. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ ഫസ്റ്റ് ചെയ്യുന്നത് കട്ടൻ ചായ ഉണ്ടാക്കും, പാൽച്ചായ ഉണ്ടാക്കും, പിന്നെയാണ് ഫുഡിൻ്റെ ഐറ്റംസിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ പാൽച്ചായ ഞാൻ രാവിലെ കുടിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒന്നുകിൽ കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാവും കുടിക്കണം. ഫ്രൂട്ട്സിന് കട്ടൻ ചായ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്നാൽ അത് കുടിക്കാൻ നിർത്തി. ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയ കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടില്ല. ഇനി പൊന്നു എഴുന്നേൽക്കുമ്പോഴേക്കും കട്ടൻ കാപ്പി ഉണ്ടാക്കണം. ഇനി വേണം മോളിൽ പോകാനായിട്ട്. മഴക്കാരി ഉണ്ടായിരുന്ന മുകളിലിരിക്കുന്ന ചെടി നനച്ചില്ല, വൈകുന്നേരം നനക്കേണ്ടതായിരുന്നു, നനച്ചില്ല. മഴ ആണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് പെയ്തില്ല, വെറുതെ ഒന്ന് ചാറി വെറുതെ കളിപ്പിച്ചിട്ടും പോയി. അപ്പോൾ മോളിൽ കയറിയെങ്കിലും നനച്ചില്ല കേട്ടാ, ഉള്ളിൽ നനവെള്ള കാരണം നനച്ചില്ല. ഓക്കെ ബൈ.